അന്ന് ജീവിതം തിരിച്ചു നൽകി, ഇന്ന് ജീവനോപാധിയും. വി.പി. നന്ദകുമാറിൽ നിന്ന് മുച്ചക്ര സ്കൂട്ടർ ഏറ്റുവാങ്ങി ഗോപകുമാർ. അവസാനിച്ചെന്ന് കരുതിയ ജീവിതം തിരിച്ചു നൽകിയ അതേ കൈകളിൽ നിന്ന് തന്നെ ജീവനോപാധിക്കുള്ള മൂലധനം ഏറ്റുവാങ്ങുമ്പോൾ ഗോപകുമാറിന്റെ കണ്ണുകളിൽ തീർത്താൽ തീരാത്ത കടപ്പാടും ആഹ്ലാദവും നിറഞ്ഞു തുളുമ്പി. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന എടത്തിരുത്തി പൈനൂർ ഗോപാലൻ ലീല ദമ്പതികളുടെ മകൻ ഗോപകുമാർ 2010 അപകടത്തിൽ ശരീരം തളർന്ന് 13 വർഷമായി കിടപ്പിലായിരുന്നു. 2023 ജൂണിൽ ഗോപന്റെ വീട്ടിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി.പി. നന്ദകുമാർ എത്തിയത് അക്ഷരാർത്ഥത്തിൽ രക്ഷകനായാണ്. ശരീരം ശോഷിച്ച് കമിഴ്ന്ന് മാത്രം കിടക്കാൻ കഴിയുന്ന വിധത്തിൽ അവശനായിരുന്ന ഗോപന്റെ കൈപിടിക്കുമ്പോൾ ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ദൃഢനിശ്ചയമായിരുന്നു വി.പി. നന്ദകുമാറിന്റെ മനസ്സിൽ. അതിന്റെ സാക്ഷാത്കാരമായിരുന്നു മണപ്പുറം ഫൗണ്ടേഷന്റെ നവീകരിച്ച ആസ്ഥാനത്ത് വെച്ച് മുച്ചക്ര സ്കൂട്ടർ ഉൾപ്പെടെ സ്വയം തൊഴിലിനുള്ള സാമഗ്രികൾ ഗോപന് കൈമാറിയ ചടങ്ങ്. 2023 ജൂണിൽ തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ മുൻകൈയെടുത്ത് ഗോപനെ തിരുവനന്തപുരം SK ഹോസ്പിറ്റലിൽ എത്തിച്ച് ബംഗളൂരു നിംഹാൻസിന്റെ ന്യൂറോ വിഭാഗം മുൻ മേധാവിയായ ന്യൂറോളജിസ്റ്റ് SR ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ ന്യൂറോ ഓർത്തോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ കീഴിൽ ചികിത്സ തുടങ്ങി. പ്രതീക്ഷ നശിച്ച മനസ്സിന് പുതുജീവനേകാൻ കൗൺസിലിംഗും ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പിയുമാണ് ഗോപകുമാറിന് വേണ്ടിയിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയ ഗോപകുമാറിന് മണപ്പുറം ഫൗണ്ടേഷന് കീഴിലുള്ള കോതകുളത്തെ മഹിമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിൽ കൗൺസിലിംഗും വലപ്പാട് മാക്കെയർ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഫിസിയോതെറാപ്പിയും തുടങ്ങി. മണപ്പുറം ഫൗണ്ടേഷന്റെ ആംബുലൻസിലാണ് ആദ്യഘട്ടത്തിൽ തെറാപ്പി സെന്ററിലേക്കും തിരിച്ചും കൊണ്ടുപോയിരുന്നത്. പിന്നീട് ഫൗണ്ടേഷന്റെ ചെലവിൽ ഓട്ടോറിക്ഷയിലായി യാത്ര. 2 ലക്ഷം രൂപയാണ് ഗോപകുമാറിന്റെ ചികിത്സയ്ക്കായി മണപ്പുറം ഫൗണ്ടേഷൻ ചെലവിട്ടത്. 6 മാസം കൊണ്ട് ഗോപകുമാറിനുണ്ടായത് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ ഭിന്നശേഷി ദിന പരിപാടിയിൽ പങ്കെടുത്ത ഗോപകുമാർ വി.പി. നന്ദകുമാറിന് മുന്നിൽ വെച്ച് പരസഹായമില്ലാതെ നടന്നു. ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം സ്വയം തൊഴിലിനുള്ള സൗകര്യം ഒരുക്കാമെന്നത് അന്ന് ഗോപകുമാറിന് വി.പി. നന്ദകുമാർ നൽകിയ വാക്കാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ നവീകരിച്ച ഓഫീസിൽ വെച്ച് 1 ലക്ഷം രൂപ വിലയുള്ള മുച്ചക്ര സ്കൂട്ടറും സ്വയം തൊഴിലിനുള്ള 10,000 രൂപയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റുകളും വി.പി. നന്ദകുമാറിൽ നിന്ന് ഗോപകുമാർ ഏറ്റുവാങ്ങി. ഗോപകുമാറിൽ നിന്ന് ആദ്യ ലോട്ടറി എടുത്ത് സംരംഭം ഉദ്ഘാടനം ചെയ്തത് മണപ്പുറം റിതി ജ്വല്ലറി MD സുഷമ നന്ദകുമാറാണ്. മണപ്പുറം ഫൗണ്ടേഷൻ സ്വതന്ത്ര ട്രസ്റ്റി CA വി. വേണുഗോപാൽ, സ്ഥിരം ട്രസ്റ്റി ജ്യോതി പ്രസന്നൻ തുടങ്ങിയവർ സന്നിഹിതരായി. അവിവാഹിതനായ ഗോപകുമാറിനൊപ്പം അമ്മ ലീലയും ഉണ്ടായിരുന്നു. എന്നോട് ആദ്യം നമ്മളിങ്ങനെ ഒരാൾ കൂടി തൊട്ടടുത്ത് 2 നാൾ ഓഫീസിൻ്റെ അവിടെ 1 കിലോമീറ്ററുള്ള ആളും എന്നോട് വന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടപ്പോൾ വല്ലാത്ത കഷ്ടം തോന്നി. കാരണം എപ്പോഴും കമന്ന എടുക്കുള്ളൂ, ഞങ്ങളോട് സംസാരിക്കുമ്പോഴും കമന്ന എടുക്കുള്ളൂ. ഒരു ബോഡി അങ്ങനെ കളിക്കുന്നത് ഒരു അവസരം കിട്ടും. അപ്പോൾ ആ ഗോപകുമാറിൽ നിന്ന് ഇന്ന് കാണുന്ന ഗോപകുമാറിലേക്കുള്ള മാറ്റം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഗോപകുമാറിൻ്റെ മനസ്സിൻ്റെ ധൈര്യവും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയിട്ടാണ് ഗോപകുമാറിനെ സാധിച്ചത്.